ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദപടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം മെയ് മാസത്തിൻ്റെ ആരംഭവും മേടമാസത്തിലെ പൗർണമിയും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ 5 നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഉണ്ടാവുകയാണ്. ബുദ്ധ പൂർണിമ എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും കിട്ടില്ല എന്ന് കരുതി മാറ്റിവെച്ച തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഭൂമിയോ ധനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കുവാനുള്ള യോഗവും വന്നു ചേരും. പിന്നൊരു കാര്യം, അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഈ ലോണ് പോലുള്ള ധന ഇടപാടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായ അവസ്ഥകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായിട്ട് വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്ന സമയവും, അതോടൊപ്പം ഭാഗ്യം എന്ന് പറയുന്ന അതിൻ്റെ ഉച്ചസ്ഥായിയിൽ അനുഭവിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണിത്. നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്ന അല്ലെങ്കിൽ തെളിഞ്ഞു വരുന്ന അവസരങ്ങളെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അനുകൂലമായ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരു സമയം എന്ന് പറയുന്നത് ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നതല്ല. ആ ഒരു സമയം, ഒരു സെക്കൻഡായിരുന്നാലും അത് കടന്നു പോയാൽ പിന്നെ അത് തിരികെ ലഭിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന കാര്യങ്ങൾ, അവസരങ്ങളെ മനസ്സിലാക്കി അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നല്ല കാലങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ തയ്യാറാകണം. ശരീരത്തിലും മനസ്സിലും ഉണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും മാറ്റി പോസിറ്റീവ് എനർജി ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതാണ്. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഈശ്വര പ്രാർത്ഥന കൂടിയാണ്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന ചൈതന്യത്തെ, ഏതൊരു ചൈതന്യമാവട്ടെ, ഏത് ചൈതന്യമാവട്ടെ, ആ ഒരു ചൈതന്യത്തെ മനസ്സിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്നുള്ളൊരു കാര്യം ഒരു നേരം പോക്കായി കാണാതെ മനസ്സർപ്പിച്ച് ചെയ്യുന്നതായിരിക്കും വളരെ ഉത്തമം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിൽ നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബുദ്ധപൂർണിമ കൂടിയായ ഈ ഒരു സമയം മാനസികമായി തയ്യാറെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. ഈ ബുദ്ധപൂർണിമയുടെ സമയത്ത് 5 നക്ഷത്ര ജാതകർക്ക് ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ഭാഗ്യം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വിചാരിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം നിറഞ്ഞു നിൽക്കും. ഇനി ആ ഭാഗ്യശാലികളായ നക്ഷത്രങ്ങളിൽ ആദ്യത്തേത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് ഈ സമയം വളരെ ഭാഗ്യദായകമായിട്ടുള്ള ഒരു സമയമാണ്. ദാമ്പത്യപരമായ കാര്യങ്ങളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാകും. സമ്പത്തിൻ്റെ പേരിൽ കുടുംബാംഗങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള ശത്രുതകളൊക്കെ പരിഹരിക്കപ്പെടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. അതോടൊപ്പം ശത്രുതയ്ക്കും ശമനം ഉണ്ടാകും. തൊഴിലിൽ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കേസ്, വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. വളരെ ഉത്തമമായ ഒരു സമയമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക്. അടുത്തതായിട്ട് വരുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്കും ഇതുപോലെ വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മാനസിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നൊരു സമയം. എല്ലാ കാര്യത്തിലും ഒരു സമാധാനം ഉണ്ടാകും. കടബാധ്യതകളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കും. മംഗളകരമായിട്ടുള്ള കാര്യങ്ങളിൽ, അങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ സാധിക്കും.
മുടങ്ങിക്കിടക്കുന്ന തടസ്സത്തിൽ കിടക്കുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ നിങ്ങളെ ഒട്ടും വിചാരിക്കാത്തൊരു സമയത്ത് ധനാഗമനം ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സമയം കൂടിയാണ്. അത് കഴിഞ്ഞ് വരുന്നത് ചിത്തിര നക്ഷത്രമാണ്. ഈ ചിത്തിര നക്ഷത്ര ജാതകർക്ക് മനോധൈര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൂടുതലായിട്ട് മനോധൈര്യം ഉണ്ടാകും. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ അംഗീകാരങ്ങളുണ്ടാകും. മറ്റുള്ളവരുടെ പ്രശംസ വന്നു ചേരും. അകന്നു പോയവരെ വീണ്ടും സന്ധിക്കുവാൻ സാധിക്കും. വിദേശ ജോലിക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയം, അല്ലെങ്കിൽ വിദേശ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകുന്നൊരു സമയം. ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നൊരു സമയം. സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കുവാൻ സാധിക്കും. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. നൃത്തം പോലുള്ള കലാമത്സരങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേദികളിലോ ഒക്കെ പങ്കെടുക്കുവാൻ സാധിക്കും. അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ്. അത് കഴിഞ്ഞ് വരുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നൊരു സമയമാണ്. പ്രധാനമായും രോഗാവസ്ഥയിലൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ദാമ്പത്യപരമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് സമ്മാനങ്ങൾ കിട്ടുവാനും യോഗം കാണുന്നൊരു സമയമാണ്. സ്ഥാനക്കയറ്റം വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ സ്ഥാനക്കയറ്റം വന്നു ചേരും. എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് ചെയ്യുവാനുള്ള ഒരു സമയം കൂടിയാണിത്. ഉപേക്ഷിച്ച് പോയവർ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി പോയവരൊക്കെ തിരികെ വരുവാനുള്ള യോഗവും കാണുന്നൊരു സമയം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും വന്നു ചേരുന്ന സമയം കൂടിയായിരിക്കും ഇത്. തുടർന്ന് വരുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് കാര്യങ്ങളെ വ്യക്തമായി പഠിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു ഉൾക്കാഴ്ച വരുന്ന ഒരു സമയം. ഭാഗ്യദായകങ്ങളായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന കുറച്ച് ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ പറ്റിയൊരു സമയം. അത് എടുത്തു പറയുമ്പോൾ ഗൃഹലാഭം, ഭാഗ്യം എന്നിവയൊക്കെയാണ് അതിൽ ഉൾപ്പെട്ട് വരുന്നത്. കൂടാതെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അനുകൂല നിലപാട് എടുക്കാൻ പറ്റിയൊരു സമയം. പഠിച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതേ മേഖലകളിൽ ജോലിക്ക് സാധ്യത ഉണ്ടാകുന്നൊരു സമയം. വളരെ സന്തോഷവും ഈശ്വര കടാക്ഷവും ഒക്കെ വന്നു ചേരുന്ന കാലം കൂടിയാണിത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും രോഹിണി, മകം, ചിത്തിര, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്ര ജാതകർക്ക് മേടത്തിലെ ബുദ്ധപൂർണിമ വരുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ഭാഗ്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. കമൻ്റ് അയക്കുന്ന എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട്. കുറച്ച് താമസം ഉണ്ടെങ്കിലും എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട്. സമയം കിട്ടുന്നത് പോലെ എല്ലാവർക്കും മറുപടി അയക്കുന്നുണ്ട്. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.